ഇരിട്ടി നഗരസഭ അംഗൻവാടി വർക്കർ തസ്തിക നിയമനത്തിൽ ക്രമക്കേടും അധികാര ദുർവിനിയോഗവും ആരോപിച്ച് കോൺഗ്രസ് ഇരിട്ടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മാർച്ച് നഗരസഭാ ഗേറ്റിന് സമീപം ഇരിട്ടി സിഐയുടെ നേതൃത്വത്തിൽ തടഞ്ഞപ്പോൾ അല്പനേരം ഉന്തും തള്ളും നടന്നു. 3ഓളം പ്രവർത്തകർക്ക് സംഘർഷത്തിനിടെ പരിക്കേറ്റു. നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത്. ഇരിട്ടി മുനിസിപ്പൽ ഓഫീസിലേക്കുള്ള മാർച്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരെക്കാൾ കൂടുതൽ പോലീസ് സംരക്ഷണമെന്ന് പോലീസ് സംരക്ഷണങ്ങളെ പാലിക്കണം. ഞങ്ങൾക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളതാണ്. പ്രത്യേകിച്ച് CI സംയമനം പാലിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ പ്രവർത്തകന്മാരും സംയമനം പാലിച്ചുകൊണ്ട് അവിടെ
റോഡ് സൈഡ് വിട്ടുകൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിട്ടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ മുനിസിപ്പൽ ഓഫീസിലേക്കുള്ള മാർച്ചും ധർണയും നടത്താനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് ഞാനിവിടെ സൂചിപ്പിക്കാതെ ഈ നാട്ടിലെ നല്ലവരായ വിശ്വാസികൾക്കറിയാം. പ്രിയമുള്ളവരെ, നമുക്കറിയാം മുന്നിലേക്ക് കടന്നു വരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ വിശദീകരിക്കാതെ തന്നെ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾക്ക് നല്ല ധർണ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ നടന്ന മാർച്ചിന് ആധാരമായ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഇവിടെ സൂചിപ്പിച്ചു. ഇരിട്ടി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വം അധികാരം കൈയാളുന്നവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില നിയമനങ്ങൾ ഇവിടെ നടത്തി എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ആ നിയമനത്തിലെ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞതുപോലെ ആ ലിസ്റ്റിൽ മാർക്കിട്ടിരിക്കുന്ന ഇതിന്റെ മുനിസിപ്പൽ ചെയർമാനും വൈസ് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മുനിസിപ്പാലിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കൗൺസിൽ ഉൾപ്പെടെയുള്ളവർ മാർക്കിട്ട് രക്ഷപ്പെടുത്തിയിരിക്കുന്നത് 1, 2, 3, 4, 5, 6, 13 സ്ഥാനം വരെ കൊടുത്തിരിക്കുന്നത് കൃത്യമായി CPM-ന്റെ കൗൺസിലർമാരുടെയും അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടവരുടേതാണ് എന്നുള്ളത് പച്ചയായി ഇവിടെ വെളിപ്പെടുത്തപ്പെടുകയാണ്. ആരാണ് ഒന്നാം റാങ്കിക്ക് വേണ്ട മാർക്കിട്ട് കൊടുത്തത് ആരാണ്? ICDSന് അവരുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞല്ലേ 10ാം ക്ലാസ് പാസ്സായാൽ, അതിനുശേഷം പാസ്സായാൽ, അതുപോലെ തന്നെ നഴ്സറി പഠിപ്പിച്ച ഇങ്ങനെ ഓരോരോ കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കാണ് അവിടെ സാധാരണ രീതിയിൽ ഇടേണ്ടത്. അതിനുശേഷം നടക്കുന്ന 15 മാർക്കിന്റെ ഇന്റർവ്യൂവിൽ ഇതുമായി താരതമ്യം ചെയ്തുകൊണ്ട് അവരുടെ കഴിവും പ്രാപ്തിയും അവർക്ക് ജോലി ചെയ്യാനുള്ള അവരുടെ ഇൻട്രസ്റ്റും എല്ലാം താല്പര്യപൂർവ്വം നോക്കി ആണ് മാർക്കിടേണ്ടത്. ഈ അംഗൻവാടി ടീച്ചർ ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ അത് സാധാരണ ജനങ്ങളെ സഹായിക്കേണ്ട ഒരു പോസ്റ്റാണ്. സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ഒരു പോസ്റ്റാണ് ആ പോസ്റ്റ്. അല്ലാതെ അവിടെ സുഖകരമായി ഇരുന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു പോസ്റ്റ് അല്ല. നമുക്കറിയില്ല, കോവിഡിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ജനങ്ങളുമായി ഇടപഴകി ജനങ്ങളെ കണ്ട് അവരുടെ കോവിഡ് ബാധിച്ചവരുമായി ബന്ധപ്പെട്ട് അവരുടെ അടുത്ത് പോയി അവരെ സഹായിക്കാൻ, അവരെ താല്പര്യപൂർവ്വം പരിചരിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും എന്ന് പറയുന്നവർ. അവരെ നമ്മൾ തീരുമാനിക്കുമ്പോൾ വീട്ടിൽ സുഖകരമായി വീട്ടുജോലി പോലും എടുക്കാതെ വീട്ടിൽ അന്തിയുറങ്ങുന്ന സഹോദരിമാരെയല്ല പിടിച്ചു വെക്കേണ്ടത്. അവരെ ജോലിയെടുക്കാൻ താല്പര്യമുള്ളവർ, അതിന് പ്രാപ്തിയുള്ളവർ, അതിന് മനസ്സുള്ളവരെയാണ് അത്തരം പോസ്റ്റുകളിൽ നിയമിക്കേണ്ടത്. ഇവിടെ CDS പേഴ്സണെ ഫസ്റ്റായി ലിസ്റ്റിൽ ഇട്ടിരിക്കുന്നു. അവരെന്ത് ജോലിയെടുക്കും? അവരുടെ കുടുംബ പശ്ചാത്തലം ഇവിടെ പറഞ്ഞില്ലേ, അത്തരം കുടുംബ പശ്ചാത്തലമുള്ളവർ ഇവിടെ വന്ന് ഈ ജോലിയെടുക്കാൻ അവർക്ക് താല്പര്യമുണ്ടാകില്ല. 1ാം റാങ്ക് അവിടെ കൊടുത്തിരിക്കുന്നു. 2ാം റാങ്ക് കൊടുത്തിരിക്കുന്ന ആർക്ക്? 2ാം റാങ്ക് കൊടുത്തിരിക്കുന്ന കൗൺസിലറുടെ ഭാര്യയ്ക്ക് കൊടുത്തിരിക്കുന്നു. കൗൺസിലറുടെ ഭാര്യയ്ക്ക് 2ാം റാങ്ക് കൊടുത്തിരിക്കുന്നു. 3ാം റാങ്കിലേക്ക് എത്തിയപ്പോ കുറച്ചു തവണ കൗൺസിലറുടെ സഹോദരന്റെ ഭാര്യയ്ക്കായി. 4ാം റാങ്ക് എത്തിയപ്പോഴത്തേക്ക് ആർക്ക് കൊടുത്തു? 4ാം റാങ്ക് എത്തിയപ്പോഴത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്ന കൗൺസിലറുടെ തന്നെ ബന്ധപ്പെട്ട ആൾക്ക് കൊടുത്തു. 5ാം റാങ്കും 6ാം റാങ്കും 7ാം റാങ്കും 6ാം റാങ്കിലെത്തിയപ്പോൾ താൽക്കാലിക ജീവനക്കാർ ഡ്രൈവറുടെ ഭാര്യയ്ക്ക് അങ്ങ് കൊടുത്തു. അപ്പൊ 2 പേർക്കുമായി ജോലി. 13ാം റാങ്ക് എത്തി 11ാം റാങ്ക് എത്തിയപ്പോഴത്തേക്ക് എന്തിന് മാർക്കിട്ടിട്ട് നോക്കുമ്പോ എന്റെ ഭാര്യനെ എന്തിനു ഒഴിവാക്കണം? സ്വന്തം ഭാര്യയ്ക്ക് തന്നെ ഇട്ട് കൊടുത്തു. സ്വന്തം വൈസ് ചെയർമാന്റെ ഭാര്യയ്ക്ക് ഇരിക്കട്ടെ, ആ മകൾക്ക് ഇരിക്കട്ടെ, മകൾക്ക് ഇരിക്കട്ടെ, എന്തിന് ഞാനായിട്ട് കുറക്കണം? ഞാൻ മാർക്കിട്ടിട്ട് വരികയല്ലേ? ഇട്ടിട്ട് വരുമ്പോൾ എന്റെ മകളെ എന്തിനു ഒഴിവാക്കണം? നാളെ ഉളുപ്പും മാനവും ഇല്ലാത്ത വൃത്തികെട്ട വർഗമായി പോയില്ലേ നിങ്ങൾ? നിങ്ങളൊരു ചിന്തക്ക്
ഈ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന എത്ര പേര് തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നുണ്ട്? ഒരു ഉളുപ്പില്ലേ? എങ്ങനെ ഇതെല്ലാം എഴുതിയെടുക്കാൻ സാധിക്കുന്നു? ഇതിനൊരു മാനം മര്യാദയില്ലേ? എന്തൊരു മുനിസിപ്പാലിറ്റി! എല്ലാം അടർത്ത് മാറ്റിയാണ്, അടിച്ച് എന്താ താഴെ ഇങ്ങനെ ഇട്ട് കോരിയല്ലേ. PA നസീർ അധ്യക്ഷത വഹിച്ചു. ചന്ദ്രൻ തില്ലങ്കേരി, PK ജനാർദ്ദൻ, CK ശശിധരൻ, സമീർ പുന്നാട്, സുമേഷ് നടുവനാട്, KV രാമേന്ദ്രൻ, PV മോഹനൻ, ജാനകി ചാവശ്ശേരി, നിധിൻ നടുവനാട്, NK ഇന്ദുമതി എന്നിവർ സംസാരിച്ചു.